ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കേരളത്തിലെ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ പരിഹാരം കാണുന്നതിനു വേണ്ടി കേരളത്തിൽ നിന്ന് പോയ ബിജെപി ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി ഛത്തീസ്ഗഡിലെത്തി. അവിടെ അദ്ദേഹത്തിന് വളരെ ഊഷ്മളമായ സ്വീകരണമാണ് ലഭിച്ചത്. അവിടുത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി തന്നെ നേരിട്ട് വന്ന് സ്വീകരണം നൽകുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എത്രമാത്രം പ്രാധാന്യമാണ് ഈ വിഷയത്തിൽ നൽകുന്നതെന്നത് മനസ്സിലാവുകയാണ്, ഇതിവിടെ വ്യക്തമാകുകയാണ്. എന്തായാലും കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ നീതിപൂർവമായ പരിഹാരം ഉണ്ടാകുമെന്ന് ഛത്തീസ്ഗഡിലെ ബിജെപി ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി അറിയിച്ചിട്ടുണ്ട്. വിഷയത്തിൽ പ്രതിപക്ഷം കളിക്കുന്നത് കഴുകന്റെ രാഷ്ട്രീയമാണ് എന്നും നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകുമെന്നും സർക്കാർ ഉറപ്പ് നൽകിയതും നിയമത്തെ അട്ടിമറിച്ചല്ല സർക്കാർ ഇടപെട്ടതെന്നും അനൂപ് ആന്റണി പറയുന്നു. ഇനിയിപ്പോൾ ഏതാനും നിമിഷത്തിനുള്ളിൽ തന്നെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ സാധിക്കും. സിസ്റ്റർമാരുടെ കാര്യത്തിൽ പ്രതീക്ഷ നൽകുന്ന ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും. പെൺകുട്ടികളുടെ നക്സൽവാദ മേഖലയിൽ നിന്നും എത്തിച്ചതിൽ അടക്കം കൂടുതൽ പേരിലേക്ക് അന്വേഷണം അത് വ്യാപിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ ഉടൻ കാണുമെന്നും സഭാ നേതൃത്വത്തെയും കാണാൻ ശ്രമം നടത്തുമെന്നും അനൂപ് ആന്റണി വ്യക്തമാക്കി. കേരള ബിജെപി കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ട് എന്നും കന്യാസ്ത്രീകളെ കൂടെ കൂട്ടിയത് ആണോ അത് എന്നതടക്കം അന്വേഷണം വേണമെന്നും വ്യക്തമാകുന്നു. പ്രതിപക്ഷം കഴുകന്റെ രാഷ്ട്രീയം കളിക്കരുതെന്നും നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും ഉപമുഖ്യമന്ത്രി ബിജെപി പ്രതിനിധിയെ അറിയിച്ചിട്ടുണ്ട്. ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടി നീതിപൂർവമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് വിജയ് ശർമ്മ അറിയിക്കുകയും ചെയ്തു. മാത്രമല്ല കൂടുതൽ അന്വേഷണം നടക്കുകയും പ്രതിപക്ഷം നൽകുന്ന നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നും അദ്ദേഹം ഇവിടെ അറിയിച്ചിട്ടുണ്ട്. അതേസമയം കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ ചർച്ചയില്ല എന്ന് രാജ്യസഭയിൽ സർക്കാർ നിലപാടെടുത്തിരിക്കുകയാണ്. ചർച്ച ആവശ്യപ്പെട്ട് നൽകിയ നോട്ടീസുകളും ഇന്ന് തള്ളുകയും ചെയ്തു. ഇതോടുകൂടി തന്നെ രാജ്യസഭയിൽ പ്രതിപക്ഷം ബഹളമുണ്ടാക്കുകയും കുറച്ചു നേരത്തേക്ക് തന്നെ അതായത് ചോദ്യോത്തരവേള തടസ്സപ്പെടുത്തരുതെന്ന് രാജ്യസഭാ അധ്യക്ഷൻ ആവശ്യപ്പെടുകയാണ് ഉണ്ടായത്. അതേസമയം ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നു. നീതി ലഭിക്കുന്നതുവരെ അവർക്കൊപ്പം തന്നെ ഉണ്ടാകുമെന്നും അദ്ദേഹം ബിജെപി ജനറൽ സെക്രട്ടറിക്കൊപ്പം വേണ്ടി വന്നാൽ താനും അവിടേക്ക് പോകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. നിലവിൽ കേരളത്തിൽ നിന്നുള്ള ബിജെപി സംഘം ഛത്തീസ്ഗഡിൽ എത്തിയിട്ടുണ്ട് എന്നും കോൺഗ്രസ് സർക്കാരാണ് മതപരിവർത്തന വിരുദ്ധ നിയമം പാസാക്കിയത്. മതപരിവർത്തനം നടത്തിയെന്ന ആരോപണം ശരിയല്ല എന്നും അറിയിച്ചിട്ടുണ്ട് എന്നും ഛത്തീസ്ഗഡ് ആഭ്യന്തരവുമായി 3 തവണയാണ് സംസാരിച്ചത്. ഛത്തീസ്ഗഡ് സർക്കാരിന്റെ സഹായം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അദ്ദേഹം ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഏത് സമുദായമായാലും മലയാളികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ബിജെപി മാത്രമേ ഇറങ്ങുകയുള്ളൂ എന്നും മറ്റു പാർട്ടികളാവട്ടെ അവസരവാദ രാഷ്ട്രീയം കളിക്കാനാണ് ശ്രമം നടത്തുന്നത്. അനൂപ് ആന്റണി അവിടെ എത്തി ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആദ്യം മനുഷ്യക്കടത്ത് മാത്രമാണ് ചുമത്തിയത്. ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി പ്രതികരിക്കുന്നത് അവരുടെ കാഴ്ചപ്പാടിൽ നിന്നാണ് എന്നും നിർബന്ധിത മതപരിവർത്തനം ഛത്തീസ്ഗഡിലെ ഒരു പ്രശ്നമാണ് എന്നും ഇപ്പോഴത്തെ പരിഗണന കേസിൽ നിന്ന് കന്യാസ്ത്രീകളെ മോചിപ്പിക്കുക എന്നത് മാത്രമാണ് എന്നും അവിടെ നിന്നും ബജ്രംഗ് ദൾ സ്വതന്ത്ര സംഘടനയാണ് ഛത്തീസ്ഗഡ് ആഭ്യന്തരമന്ത്രിയോട് കാര്യങ്ങൾ വിശദീകരിച്ചതായും രാജീവ് ചന്ദ്രശേഖർ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല ഈ വിഷയത്തിൽ ഇപ്പോൾ ഈ കന്യാസ്ത്രീകൾക്കൊപ്പം നിന്ന പെൺകുട്ടികളും പ്രതികരിച്ച് രംഗത്ത് വരുന്നുണ്ട്. കന്യാസ്ത്രീകൾക്കൊപ്പം പോകുന്നത് വീട്ടുകാരെ അറിയിച്ചിട്ടാണ് എന്നും നേരത്തെ തന്നെ തങ്ങൾ ക്രിസ്തുമത വിശ്വാസം പിന്തുടരുന്നതാണ് എന്നും പെൺകുട്ടികൾ പറയുന്നു. ബജ്രംഗ് ദളിന്റെയും പോലീസിന്റെയും ആരോപണം തള്ളിയ ഇവർ അറസ്റ്റ് നടന്ന ദിവസം പ്രാദേശിക മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോഴാണ് പുറത്തു വരുന്നത്. അതിനോടൊപ്പം തന്നെ മതം മാറ്റുന്നവരെ മർദ്ദിക്കുന്നത് തുടരുമെന്നതാണ് സംഭവത്തിൽ തീവ്ര ഹിന്ദു സംഘടനാ നേതാവ് ജ്യോതി ശർമ്മയുടെ പ്രതികരണം. കന്യാസ്ത്രീകൾ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയായിരുന്നുവെന്നും ഇവർ ആരോപിക്കുന്നുണ്ട്. ആധാർ കാർഡിലെ പേര് അതുപോലെ നെറ്റിയിൽ സിന്ദൂരം എന്നിവ കണ്ടത് മതപരിവർത്തനം നടത്തുമെന്ന് ഉറപ്പിച്ചാണ് എന്നും ഇത് തടയുക എന്നത് ഹിന്ദു ധർമ്മ പ്രവർത്തകരുടെ ഉത്തരവാദിത്തമായിരുന്നു എന്നതാണ് ജ്യോതി ശർമ്മ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.